എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ പ്രാട്ടിയായി പ്രാട്ടി ചെറുക്ക ഇതാര് മാമനോ? രാവിലെ നിന്നെ കണ്ടില്ലല്ലോടാ. ഞാൻ വിഴിഞ്ഞത്ത് വരുന്നു മാമാ. അയ്യോ ഞാനും കുറച്ച് ദിവസം കൊണ്ട് വിഴിഞ്ഞത്ത് പോകണമെന്ന് വിചാരിക്കുകയായിരുന്നു. തന്നെ നല്ല ഫ്രഷ് മീൻ വാങ്ങിച്ചോണ്ട് വരായിരുന്നു. ഞാൻ മീൻ വാങ്ങിക്കാനല്ല മാമാ പോയത്. പിന്നെന്തായിരുന്നു ഒട്ടിക്ക്? ഇന്ന് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനമല്ലായിരുന്നോ? വാ വാ എന്തായാലും ഉദ്ഘാടനം. എന്തിനാ വാ വാ നിങ്ങൾ വരാത്തത്? ഞാൻ മനഃപൂർവ്വം വരാത്തത്. മാമാ മനഃപൂർവ്വം വരാത്തത്? എടാ ചെറുക്ക അവിടെ തറക്കല്ല് ആദ്യമായിട്ട് ഇട്ടത് ആര്? നമ്മളെ ഉമ്മൻചാണ്ടിയല്ലേ? ഓ ഒരു കൊച്ചു കല്ല് കൊണ്ടുവച്ചിട്ട് തറക്കല്ലിട്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാമാ? പിന്നെ തറക്കല്ലിടുമ്പോൾ വലിയ കെട്ടിടമാണ് കൊണ്ടുവയ്ക്കുന്നത്. എടാ ചെറുക്ക കൊച്ചു കല്ല് എന്നെ തറക്കല്ലായിട്ട് എല്ലാവരും ഇടുന്നത്. എൻ്റെ മാമ ഈ കൊച്ചു കല്ല് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 50, 100, 500, 1000 കല്ലും കൂടെ വച്ചിരുന്നെങ്കിൽ ഇത്തിരി ചിലവാക്കി നമ്മുടെ സർക്കാരിന് ഇത്തിരി ആച്ചാവൂലായിരുന്നു മാമ. അയ്യോ അത് നിനക്ക് അറിഞ്ഞൂടാ. എന്തിനു മാമ? അതിന് ഉമ്മൻചാണ്ടിക്ക് കൊത്തപ്പണിയൊന്നും അറിഞ്ഞൂടാ. കാര്യം കൊത്തപ്പണി അറിയായിരുന്നെങ്കിൽ അങ്ങനെ 5-6 കല്ല് സിമൻറ്റ് കുഴച്ച് കെട്ടി പോക്കിയേനെ. നിങ്ങളടുത്ത് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. പോയി മാമ. ചേച്ചി പടാ ഇത്തിരി പൈസ ചിലവാക്കിയതേ കാണണം നിങ്ങൾ. തുറമുഖം അങ്ങനെ അടിപൊളിയായിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കണത്. ആര് പൈസ ചിലവാക്കിയത്? ആര്? നമ്മളെ കേരള സർക്കാരല്ലേ? കഴിച്ചു പോടാ. എന്തിനഴിച്ചു പോടാ? ഇവിടെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കണ അവരാണ് ഇവിടെ പൈസ ചിലവാക്കാൻ പോകുന്നത്. മാമ നിങ്ങൾ പോയി ആരെങ്കിലും വല്ല പറയണം കേട്ടോണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് പറയല്ലേ? അതൊക്കെ അസൂയക്കാർ പറയണല്ലേ മാമ? പൈസ ചിലവാക്കിയത് കേന്ദ്ര സർക്കാരും അദാനിയും അല്ല. പിന്നെ അവർക്ക് പൈസ കൊടുത്തത് ആര്? മാമ കേരളത്തിൽ നിന്നല്ലേ കൊടുത്തത് പൈസ? കേരളത്തിൽ നിന്നാണ് കൊടുത്തത്. പിന്നല്ലാതെ ഇവര് കൊടുത്ത പൈസ കൊണ്ടല്ല അവരിതൊക്കെ കെട്ടിപ്പൊക്കിയത്. എന്നാ പിന്നെ അതിന്റെ ഉദ്ഘാടനം നിന്റെ മുഖ്യമന്ത്രി എന്നെ നടത്തിയാൽ മതിയായിരുന്നു. അത് ചോദ്യം. ചോദ്യം അല്ലേ? ഞാൻ ഉദാഹരണത്തിന് ഒരു കാര്യം പറയട്ടെ. 1 10 ചോദ്യം. നിങ്ങളൊരു കട തുടങ്ങി. ആ കട നിങ്ങൾ ഉദ്ഘാടനം ചെയ്യോ? വെളിയിൽ ഏതെങ്കിലും സിനിമാ നടിയെ കൂടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കോ? 10 ആളെ കൂട്ടാൻ വേണ്ടി നമ്മൾ വെളിയിൽ നിന്ന് സിനിമാ നടനെ നടിയെ കൊണ്ടുവരും. അത് സമ്മതിച്ചേ മാമ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. ആളെ കൂട്ടാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത്. പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പോസ്റ്ററില് നിന്റെ മുഖ്യന്റെ ഫോട്ടോ വയ്ക്കാത്ത എന്താ? ആ ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്റെ മാമ അത് അന്തർധാര ഫോട്ടോ വയ്ക്കാത്തതിൽ എന്തൊരു അന്തർധാര? എന്റെ പൊന്നു മാമ കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നു മാമ കേരളത്തിലോട്ട്. എന്തൊരു വിളി വന്നടാ? പ്രധാനമന്ത്രി ഫോട്ടോ കൂടെ വയ്ക്കണേന്ന് പറഞ്ഞു. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ. അപ്പൊ മുഖ്യമന്ത്രി മുഖ്യന്റെ ഫോട്ടോ മാറ്റിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വലുതാക്കി അങ്ങ് വെച്ചു. അയ്യോ അതെന്തന്നെ മുഖ്യന്റെ ഫോട്ടോ അങ്ങ് ഒഴിവാക്കിയത്? എന്റെ പൊന്നു മാമ ഈ 2 പേരെ ഫോട്ടോ കൂടെ ഇങ്ങനെ വെച്ച് നമ്മൾ ആദ്യം ആരെ ഫോട്ടോ നോക്കും? അന്നതായിട്ട് നമ്മൾ നോക്കണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോയിൽ നോക്കും. എന്റെ മാമ നരേന്ദ്രമോദി ആർക്കും അറിഞ്ഞൂടാ? മുഖ്യനല്ലേ കേരളത്തിലുള്ളവർക്ക് അറിയാവൂ. അത് ശരി. അപ്പം എല്ലാവരും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്തല്ലേ നോക്കുള്ളൂ. അതുകൊണ്ടാണ് മുഖ്യന്റെ നല്ല മനസ്സുകൊണ്ട് മുഖ്യന്റെ ഫോട്ടോ മാറ്റിട്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം സമ്മതിക്കണോടാ. എന്തിനാ? ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുതല്ലേ? കാണാതെ പോരുത്. അയ്യോ പാവം മാമ പാവം. അയ്യോ ഗംഭീര പരിപാടിയായിരുന്നു. നല്ല ആളായിരുന്നു. തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്തൊരു പറഞ്ഞേ? പ്രധാനമന്ത്രി എങ്ങനെ വർത്താനം പറയണത്? സാധാരണഗതിയിൽ ആളുകൾ വർത്താനം പറയും പോലെ വർത്താനം പറയും. മാമ അതല്ല പ്രസംഗിക്കണ എങ്ങനെയെന്ന്? പ്രസംഗിക്കണ എങ്ങനെ വായിക്കോ കൂടെ പ്രസംഗിക്കും. എന്റെ മാമ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലല്ലേ പ്രസംഗിക്കുള്ളൂ? അതല്ലേ അങ്ങനെ അറിയാവൂ? കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവൂ. അതിന് പിന്നെ അത് തർജിമ ചെയ്യാൻ ആളുണ്ടായിരുന്നല്ലേ? അവിടെയാണ് പറഞ്ഞത് ഒരു പ്രശ്നം പറ്റിയത്. എന്താണ് പ്രശ്നം പറ്റിയത്? സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇരുന്നവർക്ക് ആർക്കും ഇതൊന്നും മനസ്സിലായില്ല. തർജിമ ചെയ്ത ആൾ പറഞ്ഞൊക്കെ തെറ്റുമാ? അയ്യോ തർജിമ ചെയ്തത് തെറ്റാ. ഒന്നും മനസ്സിലായില്ലെന്ന് നോക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യോഗ്യതയുള്ള ആളുകളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തണം. മാമ ഇത് നല്ല യോഗ്യതയുള്ള ആളല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഇവിടെ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളടാ. അതാരും മാമ? നമ്മളെ ശിവൻ. ഏത് ശിവണ്ണ? എടാ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. എന്തിനാ? നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തർജ്ജിമ ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ പൊളി പൊളിച്ചനെ തന്നെ. വാ